നീ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും, എല്ലാ പ്രതിസന്ധികളുടെ നടുവിന്മേലും ദൈവത്തിന് അതിൻ്റെ പുറകിൽ വലിയ പദ്ധതികളുണ്ട്. ആമേൻ. യോശുവയും കൂട്ടരും യെരിഹോ മതിലിന്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറയുന്നത് 7 ദിവസം ഇതിനെ ചുറ്റണമെന്നുള്ളതാണ്. 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റണമെന്നുള്ളതാണ്. ഒരുപക്ഷെ യോശുവയ്ക്കും കൂട്ടരും ദൈവത്തോട് ചോദിക്കാം, ഈ യെരിഹോ മതിൽ ഒറ്റയടിക്ക് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവത്തിന് മാറ്റാൻ പറ്റുകയില്ലേ? ആമേൻ. യോശുവയും കൂട്ടരും അവരുടെ യാത്രയുടെ തുടക്കത്തിൽ അവർ കണ്ടതാണ് ചെങ്കടലിനെ ഒരു വടിക്ക് മുൻപിൽ 2ആയി വിഭജിക്കുന്നത്. ആമേൻ. ഇതുപോലെയുള്ള ദൈവപ്രവൃത്തികൾ അവരുടെ മുൻപിൽ നടത്തുവാൻ ദൈവത്തിന് കഴിയുകയില്ലേ? ഓഫ് കോഴ്സ് ദൈവത്തിന് കഴിയും. എന്നാൽ ദൈവം നിന്നെ നയിക്കുന്ന മേഖലകളിൽ നിനക്ക് ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കാൻ പറ്റിയാൽ ആ അനുസരണം വലിയ ദൈവപ്രവൃത്തികളിലേക്ക് നിന്നെ കൊണ്ടുപോകുവാനിടയായിത്തീരും. യോശുവയും കൂട്ടരും പിറുപിറുക്കുകയല്ല ചെയ്തത്. യോശുവയും കൂട്ടരും ആ യെരിഹോ മതിലിനെ 7 തവണ, 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റി നടന്നപ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അവരുടെ മുൻപിൽ നിന്ന വെല്ലുവിളികൾ എന്നേക്കുമായി താഴെ പോകുവാനിടയായിത്തീർന്നു. പ്രിയരെ, ദൈവം നിന്നെ കൊണ്ടുപോകുന്ന ഓരോ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെതായ പർപ്പസ് ഉണ്ട്, ദൈവത്തിൻ്റെതായ പ്ലാൻ ഉണ്ട്. അതിൻ്റെ നടുവിൽ നിനക്കനുസരിക്കാൻ പറ്റിയ വലിയ ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിന്മേൽ ദൈവത്തിന് ചെയ്യാൻ പറ്റും. ഒരു പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ എല്ലാവരും ചിന്തിച്ചു ആ കാരാഗ്രഹം അവരുടെ അന്ത്യമായിരിക്കുമെന്ന്. എന്നാൽ ദൈവം ചെയ്തത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുക്കുക മാത്രമല്ല, അവൻ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും യേശുവിനെ അറിയത്തക്ക രീതിയിൽ എന്റെ ദൈവം കാര്യങ്ങൾ മാറ്റുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങൾ പോകുന്ന ഏത് സാഹചര്യവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും.